ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പതനത്തിലേക്ക് നയിച്ചതും 300-ലധികം പേർ മരിച്ചതുമായ ബംഗ്ലാദേശ് പ്രക്ഷോഭത്തിനു പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ഇസ്ലാമി ഛാത്ര ശിബിർ ആണെന്നാണ് ബംഗ്ലാദേശ് വൃത്തങ്ങൾ അറിയിച്ചത്. ഈ സംഘടനയ്ക്ക് പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ പിന്തുണയുണ്ടെന്നും ആരോപണം ഉയർന്നു കഴിഞ്ഞു. എല്ലാത്തിന്റെയും പിറകിലുള്ളത് പാകിസ്ഥാനാണെന്ന നിഗമനത്തിലേക്കാണ് കാര്യങ്ങളൊക്കെ എത്തിച്ചേരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ തണലിൽ സ്വന്തമായൊരു രാഷ്ട്രമായി മാറിയ പാകിസ്ഥാന്റെ പ്രദേശത്തെ അങ്ങനെ അംഗീകരിക്കാൻ തോന്നി കാണില്ല. പിന്നെ ചെയ്യാനുള്ളത് ചതിയാണ്. അത് ആവർത്തിച്ചു. എന്നാൽ സമാനമായി ഇന്ത്യക്കും അമേരിക്കയ്ക്കും പണി നൽകിയ രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. ഇന്ന് പറയുന്നത് അതിനെക്കുറിച്ചാണ്. ഇന്ത്യൻ പ്രദേശങ്ങൾ കൈയടക്കാനുള്ള പലവിധ ശ്രമങ്ങൾ പല കാലങ്ങളിലായി പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ട്. ഇന്നും അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട്. എന്നാൽ ഇവയെല്ലാം ഉടനടി ഇന്ത്യൻ സൈന്യം നിഷ്പ്രഭമാക്കുകയും ചെയ്യും. എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രമല്ല, പാകിസ്ഥാൻ ഏത് രാജ്യവുമായുള്ള ബന്ധത്തിലും വിശ്വാസ്യത പാലിക്കാറില്ലെന്ന പഴി പണ്ടേ കേട്ട രാജ്യം കൂടിയാണ്. അത്തരത്തിലൊരു സംഭവ കഥയാണ് പറയുന്നത്. അമേരിക്കൻ ടാങ്കറുകൾ തകർന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ കഥ കിടക്കുന്നത്. ചൈനയാണ് പാകിസ്ഥാന്റെ നിലവിലെ ഉറ്റമിത്രം. എന്നാൽ അമേരിക്കയിൽ നിന്നും മറ്റും മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നുമൊക്കെ പാകിസ്ഥാന് സൈനിക ധനസഹായങ്ങൾ ലഭിക്കാറുണ്ട്. ചൈനയടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെയുള്ള ശക്തിയാക്കി പാകിസ്ഥാനെ വളർത്തിയെടുക്കാനാണ് ശ്രമിക്കുന്നത് പോലും. അമേരിക്കയും ചൈനയും അടക്കം വിവിധ ലോകരാജ്യങ്ങൾ പാകിസ്ഥാന് ആയുധങ്ങളും സൈനിക വാഹനങ്ങളും നൽകാറുമുണ്ട്. ഇത്തരത്തിൽ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് കൈപ്പറ്റുന്ന ഇത്തരം സഹായങ്ങൾ പാകിസ്ഥാൻ വളരെ കുടില ബുദ്ധിയോടെയാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് സത്യം. നിലവിൽ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ ശ്രീലങ്കയും ബംഗ്ലാദേശും കഴിഞ്ഞാൽ ഒരുപാട് വായ്പകൾ വാങ്ങിക്കൂട്ടിയ രാജ്യമാണ് പാകിസ്ഥാൻ. സുസ്ഥിരമായ ഭരണ സംവിധാനവും സൈനിക അട്ടിമറികളുമൊക്കെ പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. വിദേശ വിനിമയ കരുതൽ ശേഖരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും പാകിസ്ഥാൻ വളരെ പ്രതിസന്ധിയിലേക്കാണ് കൂപ്പുകുത്തുന്നത് എന്ന കാര്യം വ്യക്തമാണ്. ഇന്ത്യയുടെ വിദേശ വിനിമയ കരുതൽ ശേഖരത്തിന്റെ മൂല്യം 6,74,919 എന്നാൽ ആ പട്ടികയിൽ പാകിസ്ഥാന്റെ സ്ഥാനം ഒന്ന് പരിശോധിക്കൂ. 8,895 മൂല്യവുമായി 79ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ നിലയുറപ്പിച്ചത്. ഇന്ത്യയാണെങ്കിലോ 4ാം സ്ഥാനത്ത്. ഈ അവസ്ഥയിൽ കടങ്ങളോ മറ്റ് വിദേശ നിക്ഷേപങ്ങളോ ഒന്നും തന്നെ പാകിസ്ഥാനിൽ എത്തില്ലെന്നത് ഉറപ്പാണ്. അപ്പോഴും പാകിസ്ഥാനെ ഇന്ത്യക്കെതിരാക്കാൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ചില പ്രമുഖർ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പാകിസ്ഥാനിലേക്ക് വിദേശ കറൻസി എത്തുന്നത് പോലും. പലകുറി ഇന്ത്യക്ക് പണി തന്ന പാകിസ്ഥാൻ ഇക്കുറി ഉന്നം വെച്ചിരിക്കുന്നത് അമേരിക്കയാണ് എന്നതാണ് കഥ. ഇത്തരത്തിലൊരു ചതി നേരിൽ കാണേണ്ടി വന്നതോടെ ഒരിക്കൽ 2 അമേരിക്കൻ സെനറ്റർമാർക്ക് ആകെ തളർച്ച അനുഭവപ്പെട്ടു പോയൊരു കഥയുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടി അംഗവും അമേരിക്കൻ സെനറ്ററുമായ ക്വന്റിൻ ബർട്ടിക്, വാൻസ് ഹാർട്ടെക്ക് എന്നിവർ ഒരിക്കൽ ഇന്ത്യ സന്ദർശനം നടത്തുകയായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം പഞ്ചാബിലെ അമൃത്സറിലെത്തിയ അവർ 100ഓളം അമേരിക്കൻ നിർമ്മിത പാറ്റൺ ടാങ്കുകൾ ഒരിടത്ത് തകർന്നു കിടക്കുന്നത് കണ്ട് ഞെട്ടിപ്പോയി. ഇവ ഇന്ത്യ പാകിസ്ഥാനിൽ നിന്നും പിടിച്ചെടുത്ത് തകർത്തവയായിരുന്നു. 1965 സെപ്റ്റംബർ 8 മുതൽ 10 വരെ ഇവിടെ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ടാങ്ക് ഉപയോഗിച്ചുള്ള ഏറ്റുമുട്ടലായിരുന്നു ഓപ്പറേഷൻ അസൽ ഖത്തർ. ഈ പോരാട്ടത്തിൽ ഇന്ത്യ തകർത്ത പാക് ടാങ്കുകളാണ് അമേരിക്കൻ സെനറ്റർമാർ കണ്ടത്. ഓപ്പറേഷൻ അസൽ ഉത്തർ എന്താണെന്നൊരു സംശയമുണ്ടാകാം. അതിനെക്കുറിച്ച് പറയാം. 1965 സെപ്റ്റംബർ 8 മുതൽ 10 വരെ പാകിസ്ഥാൻ സൈന്യം തങ്ങളുടെ ടാങ്കുകളും കാലാൾപ്പടയുമായി ഇന്ത്യൻ പ്രദേശത്തേക്ക് തുളച്ചുകയറി. അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള ഇന്ത്യൻ പട്ടണമായ ഖേംകരൻ പിടിച്ചടക്കാനായിരുന്നു യുദ്ധം. പാകിസ്ഥാന്റെ അധിനിവേശത്തിൽ ഇന്ത്യ ഉടനടി പ്രത്യാക്രമണം നടത്തി. 3 ദിവസത്തെ കഠിനമായ പോരാട്ടത്തിനു ശേഷം അസൽ ഖത്തറിനടുത്ത് വെച്ച് പാകിസ്ഥാൻ സൈന്യത്തിന് പിന്തിരിഞ്ഞോടേണ്ട അവസ്ഥ വന്നു. അങ്ങനെയാണ് യുദ്ധം അവസാനിച്ചത്. ഇന്ത്യൻ സൈന്യം നടത്തിയ ഉഗ്രമായ പോരാട്ടം, വിജയകരമായ ഇന്ത്യൻ തന്ത്രങ്ങൾ എന്നിവയുടെ പങ്കാണ് ഇന്ത്യൻ മണ്ണിലേക്ക് എത്തിയ പാകിസ്ഥാൻ പടയെ തൂത്തെറിഞ്ഞത്. എന്നാൽ ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്കും നല്ലൊരു പണി കൊടുത്തുകൊണ്ടായിരുന്നു പാകിസ്ഥാൻ പട ഇന്ത്യൻ പ്രദേശത്ത് സർവാധിപത്യം ഉറപ്പിക്കാൻ എത്തിച്ചേർന്നത്. പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിയിലെ ഭീഷണികളെ നേരിടാൻ എന്ന കാരണം പറഞ്ഞ് അമേരിക്കയിൽ നിന്നും വാങ്ങിയ M47, M48 മോഡൽ ടാങ്കുകളാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചത്. ഈ ടാങ്കുകളെയാണ് പിന്നീട് അമേരിക്കക്കാർ ഇന്ത്യൻ മണ്ണിൽ കണ്ടെത്തിയത്. ഇത് അമേരിക്ക ചോദ്യം ചെയ്തതോടെ പാകിസ്ഥാന്റെ അടിപതറി. പക്ഷേ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും തടിയൂരുകയല്ലാതെ മറ്റ് മാർഗമൊന്നും തന്നെയില്ലല്ലോ. അങ്ങനെയാണ് സെനറ്റർമാർ കണ്ടത് മുഴുവൻ അമേരിക്ക നൽകിയ ടാങ്കുകളല്ല എന്ന വാദവുമായി അവരെത്തിയത്. എന്നാൽ അപ്പോഴേക്കും സത്യം അമേരിക്ക മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഇതാദ്യമായിട്ടല്ല പാകിസ്ഥാൻ ഇത്തരം ചതികൾ കാണിച്ചു കൂട്ടുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ യുദ്ധം പോലും അങ്ങനെ ഒരു ചതിയായിരുന്നു. കാർഗിൽ യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ലാഹോർ ഉച്ചകോടിക്ക് മുൻപ്, അതായത് 1998 നവംബർ മാസത്തിന്റെ അവസാനത്തോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. 1998 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ സിയാച്ചിൻ വിഷയത്തിൽ നടന്ന ഇന്ത്യ പാക് ചർച്ചകൾ അനുനയത്തിലെത്താതെ അവസാനിച്ചു. പിന്നാലെ ഇതേ വർഷം ഒക്ടോബറിൽ അന്നത്തെ പാക് പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫ് പർവേസ് മുഷറഫിനെ സൈനിക മേധാവിയായി നിയമിക്കുന്നു. സോജിലേക്കും ലേക്കും ഇടയിലുള്ള മുഷ്കോ, ദ്രാസ്, കാർഗിൽ, ബറ്റാലിക്, തുർത്തുക് തുടങ്ങിയ ഉപമേഖലകളിലേക്ക് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാർ എത്തിപ്പെട്ടു.
നിയന്ത്രണ രേഖയും മറികടന്ന് 4 to 10 കിലോമീറ്റർ വരെ ഇന്ത്യൻ പ്രദേശത്ത് അതിക്രമിച്ച് കടന്ന അവർ ശൈത്യകാലത്ത് ഒഴിഞ്ഞുകിടന്ന 130 പോസ്റ്റുകൾ കൈവശപ്പെടുത്തി. പരസ്പര ഉടമ്പടി ലംഘിച്ച പാക് നിലപാട് ഇന്ത്യൻ സൈന്യത്തെ യഥാർത്ഥത്തിൽ അമ്പരപ്പിച്ചു കളഞ്ഞു. ആദ്യം പാക് സംഘം ദ്രാസ് മുഷ്കോ താഴ്വരയിലേക്കും ബറ്റാലിക് യൽദോർ, ചോർബട്ല, ടർട്ടോക്ക് എന്നിവിടങ്ങളിലേക്കുള്ള മലനിരകളിൽ കയറിക്കൂടി. ദ്രാസും മുഷ്കോ താഴ്വരയും നിയന്ത്രണ രേഖയ്ക്ക് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നതിനാൽ പാകിസ്ഥാന് ഇവിടേക്ക് കടന്നുകയറുക എളുപ്പമുള്ള കാര്യമായിരുന്നു. മുഷ്കോയിൽ സജ്ജീകരിച്ച പോസ്റ്റുകൾ അവർ കാശ്മീരി താഴ്വരയിലേക്കും കിഷ്താർ, ഭാദർവ, ഹിമാചലിന്റെ സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലേക്കും നുഴഞ്ഞു കയറാനുള്ള ഉപാധിയായി ഉപയോഗിച്ചു. ബറ്റാലിക്, യാൽദോർ മേഖലയിലെ മലനിരകളിൽ പാക് സൈന്യം ആധിപത്യം സ്ഥാപിച്ചതോടെ ലേ ഈ മേഖലയിൽ നിന്ന് ഒറ്റപ്പെടുകയായിരുന്നു. ചോർബട്ലയിലും ടർട്ടോക്കിലും ഉണ്ടായിരുന്ന പോസ്റ്റുകൾ ടോർട്ടോക്ക് പിടിച്ചെടുക്കാനും അവിടുത്തെ ജനങ്ങളെ അട്ടിമറിച്ച് മേഖലയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും വേണ്ടി ഉപയോഗിക്കപ്പെട്ടു. പാക് സംഘത്തിന്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായിരുന്നു. ദ്രാസ്, മുഷ്കോ, കക്സർ മേഖലയിൽ കയറിയ അവർ അവിടെ നിന്ന് അവർക്ക് ആവശ്യമായതെല്ലാം കൈക്കലാക്കി. ശ്രീനഗർ, ലേ ഹൈവേ പൂർണ്ണമായും അധീനതയിലുമാക്കി. FCNAൽ നിന്നുള്ള സൈനികരാണ് തുടക്കത്തിൽ നുഴഞ്ഞുകയറ്റത്തിന് നിയോഗിക്കപ്പെട്ടിരുന്നത്. ദ്രാസ്, മുഷ്കോ സെക്ടറുകളിൽ നുഴഞ്ഞുകയറ്റത്തിന് നിയോഗിക്കപ്പെട്ടത് NLA ബറ്റാലിയനായിരുന്നു. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ പ്രദേശത്ത് റോഡ് സജ്ജീകരിച്ചതോടെ ഫ്രണ്ടിയർ ഫോഴ്സ് ബറ്റാലിയനെ കൂടി ഉൾപ്പെടുത്തി. പിന്നാലെ പാക് പ്രവർത്തനങ്ങൾക്ക് ജിഹാദി മുഖം നൽകാൻ കൂടുതൽ ബറ്റാലിയനുകളും ഇറക്കുകയും തീവ്രവാദികളുമായി സംഘം ചേരുകയും വിവിധ മേഖലകളിൽ വിന്യസിപ്പിക്കുകയും ചെയ്തു. ഇവർക്കുള്ള നിർദ്ദേശങ്ങൾ അപ്പോൾ റേഡിയോ വഴി ലഭിച്ചുകൊണ്ടേയിരുന്നു. ഗ്രൗണ്ട് സപ്പോർട്ടിനുള്ള ചെറിയ ആയുധങ്ങൾ മുതൽ മിസൈലുകൾ, യന്ത്രത്തോക്കുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ തുടങ്ങിയ മേഖലകളിൽ വിന്യസിക്കപ്പെട്ടു. പ്രദേശങ്ങൾ നിരീക്ഷിക്കുന്നതിനായി സദാസമയവും പാക് ഹെലികോപ്റ്ററുകൾ താഴ്വരകളിൽ വട്ടമിട്ട് പറന്നു. ഇന്ത്യൻ അധീന പ്രദേശങ്ങൾ പിടിച്ചടക്കാൻ പാക് സംഘം സർവ്വസജ്ജമായിരുന്നു. 3 മാസം നീണ്ട പോരാട്ടം, മഞ്ഞുമൂടിയ ചെങ്കുത്തായ മലനിരകളിൽ ഇന്ത്യൻ പട്ടാളത്തിന്റെ പ്രതിരോധം. ഒടുവിൽ കാർഗിലിന്റെ മണ്ണിൽ ഇന്ത്യൻ പതാക ഉയർന്നു പറന്നു. ജൂലൈ 14 അന്നത്തെ പ്രധാനമന്ത്രി AB വാജ്പേയി ഓപ്പറേഷൻ വിജയ് വിജയിച്ചെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇതായിരുന്നു ഇന്ത്യ പാക് യുദ്ധത്തിന്റെ പരിസമാപ്തി. ഇന്ന് ചൈനയ്ക്കൊപ്പം നിന്ന് മറ്റ് രാജ്യങ്ങളെ തകർക്കാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ. ഇവിടെ പറഞ്ഞത് അമേരിക്കയും ഇന്ത്യക്കും പാകിസ്ഥാൻ നൽകിയ പ്രഹരത്തെക്കുറിച്ചാണ്. ഇപ്പോഴിതാ ബംഗ്ലാദേശിനെയും നിയന്ത്രിക്കുന്ന ശക്തിയായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഷെയ്ഖ് ഹസീനയുടെ ഭരണം വീണതിനും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കുമൊക്കെ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ചത് പാകിസ്ഥാനായിരുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഞെട്ടിക്കുന്നതാണ് അവയൊക്കെ.